ദിവസങ്ങൾക്ക് മുൻപ് സുധിയുടെ മകൻ കിച്ചു എന്നെല്ലാവരും വിളിക്കുന്ന രാഹുൽ എന്ന കുട്ടി ഒരു യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ ആഗ്രഹങ്ങളും അതുപോലെ തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ ബാല്യത്തെക്കുറിച്ചും അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞെത്തിയിരുന്നു. അതിലേറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് ഇപ്പോൾ ആ കുഞ്ഞ് എങ്ങനെയുണ്ട് എന്നാണ്. വളരെ ചെറുതിലെ അമ്മയെ നഷ്ടപ്പെട്ട, പിന്നീട് വളർന്നു തുടങ്ങിയപ്പോൾ സന്തോഷമെന്തെന്നറിഞ്ഞ് ജീവിച്ചു തുടങ്ങിയപ്പോൾ അച്ഛനെ നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ സങ്കടം ഞങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഇപ്പോഴത്തെ ജീവിതത്തിൽ സന്തുഷ്ടനാണോ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. കിച്ചുവിന് അത്രമാത്രം മെസ്സേജുകളാണ് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ കഴിഞ്ഞ ദിവസം ലൈവ് കൂടി പങ്കുവച്ചിരുന്നു. ഞാൻ ഓക്കെയാണ്, നിങ്ങൾ എൻ്റെ കാര്യം ഓർത്ത് അങ്ങനെ വിഷമിക്കേണ്ട, എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് സത്യമാണ്. എന്നാൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വേണം പറയാൻ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഓക്കെയാണ്. ആ ഒരു സമയത്തുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്, നല്ല കൂട്ടുകാരുണ്ട്, നല്ല ബന്ധുക്കളും എന്നെ നോക്കാനും പരിചരിക്കാനുമൊക്കെ ആളുകളുണ്ട്. എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, യൂട്യൂബ് ചാനൽ വീഡിയോ ഇടാൻ പറ്റുന്നുണ്ട്, എല്ലാവരെയും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും പറ്റുന്നുണ്ട്. അതൊക്കെ തന്നെ വളരെയധികം സന്തോഷമാണ് എന്നും നിങ്ങൾ ഇങ്ങനെ ആ വീഡിയോ ഏറ്റെടുക്കുമെന്നും എനിക്ക് മെസ്സേജ് അയക്കുമെന്നും ഞാൻ കരുതിയിട്ട് പോലുമില്ല. എന്നാൽ എനിക്കെതിരെ പലരും വിമർശനങ്ങളുമായി എത്തുന്നുണ്ട്. പലരും പല രീതിയിലാണ് ആ വീഡിയോ വ്യാഖ്യാനിച്ച് എടുത്തതും. അതൊന്നും എന്നെ ബാധിക്കില്ല, നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഒരുപാട് കമൻറ്റുകൾ കണ്ടു, ഇങ്ങനെ പറഞ്ഞ് അവനെ വേദനിപ്പിക്കരുതെന്ന്. അതൊന്നും എനിക്ക് വേദനയായി മാറില്ല. നാളെ പലതും എനിക്കെതിരെ പറയാം. ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു എന്നതുൾപ്പെടെ എനിക്ക് തുറന്നു പറയാൻ പറ്റുമെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് വിമർശനങ്ങൾ വരുമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത്. അത് പറയണ്ടായിരുന്നു എന്ന് എനിക്കൊരു നിമിഷം പോലും തോന്നിയിട്ടില്ല. ആ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്, ഞാൻ കടന്നു വന്ന വഴികൾ തന്നെയാണ്. അതുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാവുകയും ചെയ്യുന്നു എന്ന് വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ കിച്ചുവിനോടൊപ്പം തന്നെയാണുള്ളത്. മോന് സങ്കടം എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, കൗൺസിലിങ്ങിന് പോകണമോ, ഒരു കൗൺസിലിംഗ് സെക്ഷൻ അറേഞ്ച് ചെയ്ത് തരട്ടെ, ആരുടെങ്കിലും തുറന്ന് സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് സംസാരിക്കാം. ഇത്തരത്തിലുള്ള ഒരുപാട് കമൻറ്റുകളും ഒരുപാട് മെസ്സേജുകളുമാണ് കിച്ചുവിന് ഇപ്പോൾ എത്തുന്നത്. എന്തുമാത്രമാണ് കിച്ചുവിനെ എല്ലാവരും സ്നേഹിക്കുന്നതെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു. ഒരച്ഛൻ നഷ്ടപ്പെട്ട, പെറ്റമ്മ ഉപേക്ഷിച്ചു പോയ ഒരു മകൻ, ആരൊക്കെ അവൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് പറഞ്ഞാലും അവർക്ക് പകരം ഒന്നും ആകില്ലല്ലോ. വളരെ ചെറുതിലെ തന്നെ എന്നെ എല്ലാവരും ഉപേക്ഷിച്ചു പോയെന്നും അച്ഛനും ഞാനും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടെന്ന് പോലും തിരിച്ചറിയുന്നൊരു കുട്ടി. ആ കുട്ടിയുടെ ഉള്ളിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇത്തരത്തിലുള്ള ഓരോ വിഷമങ്ങളും സംഭവിക്കും. അതൊരു സത്യം തന്നെയാണ് എന്ന് പറയാം. ആരാധകരെല്ലാവരും ഇപ്പോൾ സുധിയെക്കുറിച്ചും സുധിയുടെ മകനെക്കുറിച്ചും തന്നെയാണ് സംസാരിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.